ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചുരിദാർ തയ്ച്ചതിൻ്റെ ബാലൻസ് വന്ന തുണി, 2 ടോപ്പ് തയ്ച്ചതിൻ്റെ ബാലൻസ് വന്ന തുണിയാണ് ഈ കാണുന്നത്. ഈ തുണി വെച്ച് എങ്ങനെയാണ് അടിപൊളി ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുന്നതെന്ന് നോക്കാം. ടോപ്പ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പീസാണ്, ആ കളറിലെ ഒരു പീസാണ് ഇത്. പിന്നെ വന്നത് വേറൊരു പീസ്, ഇത് അടുത്ത ഇതൊരു പീസ്. ഇനി വേറൊരു പീസ്, ഇതാണ് അടുത്ത പീസ്. അതിൻ്റെ നടുക്കിൽ വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് തയ്ച്ചിട്ട് ഇനി ഇതിൻ്റെ സ്ലീവും ഞാൻ കട്ട് ചെയ്തങ്ങ് വെച്ചേക്കുകയാണ്. അപ്പോൾ അതും ഇതോട് ചേർത്ത് വെച്ച് നമുക്ക് എങ്ങനെയാണ്, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെയാണ് ഒരടിപൊളി കുർത്തി തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആ ചേർത്ത് വയ്ക്കാനുള്ളതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കണം. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി കൈയും കൂടെ ചേർത്ത് വയ്ക്കുക ഇതുപോലെ. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം തയ്ക്കുന്നത്. ഈ റെഡ് കളർ തുണി ബാക്ക് പാർട്ടിലാണ് വെക്കുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളതിൻ്റെ കുറച്ച് ഇങ്ങനെ മുകളിൽ ഒരു ലെവലിന് വേണ്ടി കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുന്നു, ലെവലാക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത് അടയാളപ്പെടുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് 50 ഇഞ്ച് ലെങ്ത് വേണം ആ ടോപ്പിന്. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളൊരു ആളിൻ്റെതാണ്. അപ്പോൾ അവരാണ് ഈ ബാലൻസ് വന്ന തുണി വെച്ച് 50 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ ചേർത്ത് 51.5 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത്. അവരാണ് ഇതിന് ചേർത്ത് വെച്ചൊരു ടോപ്പ് തയ്ച്ച് കൊടുക്കാമെന്ന് ചോദിച്ചത്. അപ്പം ഞാനത് വെച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മളിവിടെ 51.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡറിൻ്റെ അളവാണ് ഇനി എടുത്തത്. ഇവരുടെ ഷോൾഡർ നമ്മൾ ഹൈറ്റും വെയിറ്റുള്ള ആളാണ്, അതുകൊണ്ട് ഇവരുടെ ഷോൾഡർ 7.5 ഇഞ്ചാണ്. അപ്പോൾ താഴോട്ടും അതേ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇങ്ങനെയും ആ 7.5 ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ആ സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തുന്ന ഇത്. എന്നിട്ട് ഇനി അവരുടെ വണ്ണം, നെഞ്ച് വണ്ണം, ചെസ്റ്റ് വണ്ണം, അവരുടെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. 12.5 ഇഞ്ച്. ഈ 12.5 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ തയ്യെഴുത്തുമ്പോൾ ഇടും. എന്നിട്ട് നമ്മൾ അതിനെ ചേർത്ത് വെച്ച് ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ ഷേപ്പ് അടയാളപ്പെടുത്തുന്നു. അങ്ങനെ ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇടവണ്ണമാണ്, വേസ്റ്റ് വണ്ണം. ആ ഇടവണ്ണം ഇവർക്ക് 15.5-യിലാണ് നമ്മൾ ഇടവണ്ണം അടയാളപ്പെടുന്നത്. സ്ലിറ്റ് ഇറക്കം 23.5-യിലും. ഇപ്പോൾ ഇടവണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ചേർക്കുന്നു. ഇറക്കം 15.5 ഇഞ്ചും ഇടവണ്ണം 11, അതിൻ്റെ കൂടെ 2 ഇഞ്ചും. സ്ലിറ്റ് വണ്ണം എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ചേർക്കണം. അത് 13.5 ഇഞ്ച് ഇടും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം. താഴെയും നമ്മൾ ഈ 12.5-യും 1 ഇഞ്ച് കൂടെ ചേർത്ത് അതേ ലെവലിൽ തന്നെയാണ് അതിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നത്, അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമ്മൾ അതും വരച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് ചെയ്യുന്നത്. അതിന് ഈ തുണിയാണ് നടുക്ക്, ആ റെഡ് കളർ വെച്ച തുണിയാണ് എടുക്കുന്നത്. അതിന് 2ആയിട്ട് മടക്കിയിട്ടേക്കണം. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പാർട്ടിൻ്റെ തുണി എടുത്ത് അതേപോലെ വെച്ചിട്ട് അതേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. മറ്റേ രണ്ടും കൂടെ അന്നേരം ചെയ്യുമ്പോൾ ശരിയാകത്തില്ലയോ എന്നുള്ളൊരു
പേടിച്ച്. അതുകൊണ്ട് അത് നമ്മൾ രണ്ടും ബാക്ക് പാർട്ട് വെട്ടിയിട്ട്, ഈ തുണി ഒഴുക്കൻ തുണിയാണ്, ഷിഫോണിൻ്റെ തുണി. അന്നേരം അതുകൊണ്ട് ക്രേപ്പ് തുണിയാണ്, ആ ക്രേപ്പിൻ്റെ തുണി ആയതുകൊണ്ട് അത് ഒഴുകിപ്പോകും. അതുകൊണ്ടാണ് അതിൻ്റെ അങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്ത് വെച്ച് ഇത് തന്നെ വെച്ച് കട്ട് ചെയ്തത്. അപ്പോൾ അതേ വണ്ണവും ഇറക്കവും എല്ലാം അതുപോലെ തന്നെയാണ് നമ്മളെടുത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു മറ്റേ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും. ഇനി കൈയും നമ്മൾ ചേർത്ത് വെച്ച് തയ്ച്ച് കഴിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കാണ്, നമ്മൾ നെക്ക് ഇവിടെ വെട്ടി വെച്ചേക്കുവാണ്. ഇതിനി നമുക്ക് തുണിക്കകത്തോട്ട് വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഇങ്ങനെ തേച്ച് പിടിച്ചിട്ട് ഇതിനകത്തോട്ട് വെച്ച് തയ്ച്ചെടുക്കണം. ഇപ്പം നമ്മൾ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിരിക്കുന്നു. കഴുത്ത് രണ്ടും വെച്ച് ഷോൾഡറും കൂട്ടി അടിച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ഷോൾഡർ വെച്ച് കഴിഞ്ഞ് ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ്. ഇപ്പം ഇത് സ്ലീവും നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷേപ്പ് അടിക്കണം. ഇതിൻ്റെ ഷേപ്പും അടിച്ച് സ്ലിറ്റും അടിക്കണം. ഇത് രണ്ടും കൂടെ ചെയ്ത് എടുക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ അവസാന ലുക്ക്.